ഹായ് ഗൈസ്. സോ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ അറേസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഗോത്രൂ ചെയ്തിരുന്നു അല്ലേ. ഇനി അടുത്ത് നമ്മൾ അറേയിൽ ഏതൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യാന്നുള്ളതാണ് ഗോത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ പറയുകയാണെങ്കിൽ എന്ത് സ്റ്റോർ ചെയ്യാം നമുക്ക് അറേയിൽ. ഓക്കെ, ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അറേയിൽ സ്റ്റോർ ചെയ്യാവുന്ന ഡാറ്റ ടൈപ്സ് വേണമെങ്കിൽ നമ്പേഴ്സ്, സ്ട്രിങ്സ്, ഒബ്ജക്ട്സ് ഇതെല്ലാം നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ മുമ്പത്തെ വീഡിയോസിലൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റോർ ചെയ്തിട്ടുണ്ട് അറേയിൽ. സോ ഞാൻ ഒന്നുകൂടി കാണിക്കാം അറേയിൽ എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ കോൺസ്റ്റ് നമ്പേഴ്സ് ഈക്വൽ ടു 10, 20, 30 ഇങ്ങനെ സ്റ്റോർ ചെയ്യാം അറേയിൽ. പിന്നെ കോൺസ്റ്റ് ഹോബീസ് എടുക്കാം. ഹോബീസ് ഈക്വൽ ടു കുക്കിംഗ്, പിന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റ് പേഴ്സൺ ഈക്വൽ ടു അറേയുടെ ഉള്ളിൽ നമുക്ക് എന്ത് വഴിയെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടി നെയിം ഒബ്ജക്റ്റായിട്ട് കൊടുക്കാം. ഞാൻ അതിങ്ങനെ സച്ചിൻ. ഓക്കെ, പിന്നെ നെയിം ദ്രാവിഡ്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും നമ്മുടെ അറേസിൽ. സോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ സ്ട്രിങ് കൊടുത്തിരുന്നു, ഹോബീസ് കൊടുത്തിരുന്നു, പേഴ്സൺ ഒരു ഒബ്ജക്റ്റായിട്ട് സോ ഒബ്ജക്റ്റും കൊടുത്തു. സോ സ്ട്രിങ്, നമ്പർ, ഒബ്ജക്ട്സ് ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുക വെച്ചാൽ സെയിം ടൈപ്സ് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ യൂണിഫോം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഡാറ്റ ടൈപ്സ് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാനും പറ്റും അറേയിൽ. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ എക്സാമ്പിൾ ഹോബീസിൽ കുക്കിങ്ങും നമ്മൾ സ്പോർട്സിന് എഴുതിയിട്ടുണ്ടല്ലേ. സോ ഇവ രണ്ടും സ്ട്രിങ്സ് തന്നെയാണ്, യൂണിഫോമാണ്. ബട്ട് അറേസിൽ മിക്സ്ഡ് നമുക്ക് സേവ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ കോൺസ്റ്റ് പേഴ്സണൽ ഡാറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് 30 കൊടുക്കാം, നമ്പർ കൊടുക്കാം. എന്നിട്ട് ഞാൻ സച്ചിൻ കൊടുത്തു, 40 ആക്കും. 40 സച്ചിൻ. പിന്നെ ഇതിൽ സ്പോർട്സ് CKT ഇങ്ങനെയും കൊടുക്കാൻ പറ്റും ആക്ച്വലി. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്പറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് തേർഡ് എലമെൻറ്റ് ബേസിക്കലി ഡീറ്റെയിൽസ്, അതായത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് നമ്മൾ ഒബ്ജക്ട്സിൻ്റെ രൂപത്തിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈവൻ ദാറ്റ് ഒബ്ജക്റ്റിൻ്റെ ഇൻസൈഡിൽ അനദർ അറേ നിങ്ങൾക്ക് പോസിബിൾ ആട്ടോ, നെക്സ്റ്റ് അറേ. ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ എഴുതാം നമുക്ക്. ഓക്കെ, ഇതും പോസിബിളാണ് ആക്ച്വലി. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഇങ്ങനെ പോസിബിളാണ്. സോ നമുക്ക് എന്താ പറയുക, ഇതിൽ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ കുറച്ചധികം ഉണ്ട്, ഫ്ലെക്സിബിളാണ് അറേയിൽ ബേസിക്കലി നമ്മൾ ഡാറ്റ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അനദർ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ അറേയിൽ നമുക്ക് നെസ്റ്റഡ് അറേസ് പോസിബിളാണ്, ഓൾസോ നോൺ ആസ് മൾട്ടി ഡയമെൻഷണൽ അറേ. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കോൺസ്റ്റ് അനാലിറ്റിക്സ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അറേയുടെ ഉള്ളിൽ എനിക്ക് ഒരു അറേ, അതിൽ 1, 2, 3 കൊടുത്തു. എന്നിട്ട് അടുത്ത എലമെൻറ്റിൽ അതൊരു അറേ ആക്കിയിട്ട് 5, 6, 7 കൊടുത്തു. അടുത്തൊരു അറേയിൽ 8, 9, 10. ഇപ്പം ഞാൻ അങ്ങനെ കൊടുത്തു പറഞ്ഞാൽ നമ്പർ സീക്വൻസ് ആയിട്ട് കൊടുത്തുള്ളൂ. സോ ബേസിക്കലി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അറേയുടെ ഉള്ളിൽ അറേ കൊടുക്കാൻ പറ്റും. ഇവിടെ മെയിൻ അറേയിൽ ഓരോ എലമെൻറ്റും ബേസിക്കലി അനദർ അറേയാണ് എടുക്കുന്നത്. സോ ഇത് ബേസിക്കലി അറേ ഓഫ് അറേസ് ആണ്. ഓക്കെ, സോ ഈ ഔട്ടർ അറേ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ എന്ന വേരിയബിൾ നമുക്ക് കിട്ടുന്നത് ഇന്നറിലായിരിക്കും ബേസിക്കലി. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഇതിൽ നിന്ന് ലൂപ്പ് ചെയ്തെടുക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഞാൻ 4 ഓഫ് ആട്ടോ യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റ് ഡാറ്റ ഓഫ് അനാലിറ്റിക്സ് ഡാറ്റ. എന്നിട്ട് ഞാൻ ഉള്ള 4 കോൺസ്റ്റ് ഡാറ്റ പോയിൻ്റ് എന്ന് കൊടുക്കാം ഓഫ് ഡാറ്റ. എന്നിട്ട് ഞാനിവിടെ console.log ഡാറ്റ പോയിൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി ഇത് ഔട്ടർ ലൂപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അനലിറ്റിക്സ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇത് ഔട്ടർ ലൂപ്പാണ്. അതിൻ്റെ ഉള്ളിൽ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഡാറ്റയുടെ ഉള്ളിൽ ബേസിക്കലി ഇപ്പോൾ എന്താ കിട്ടണമെന്ന് വെച്ചാൽ ഈ ഒരു അറേ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഈ അറേ ഞാൻ ഒന്നും കൂടിയും എടുത്തിട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ,
സോ ഇന്നർ ലൂപ്പാണ് ഇതിലുള്ളത്. സോ ഇന്നർ ലൂപ്പ് ഈച്ച് പോയിന്റിലും എന്ന് വെച്ചാൽ ഈ കറസ്പോണ്ടിങ് വാല്യൂ നമ്പേഴ്സാണ് നമ്മുടെ കേസിൽ അതിവിടെ പ്രിൻറ്റ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് വർക്ക് ചെയ്തിട്ട് നോക്കാനായിട്ട് സിമ്പിളാണ്. നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയിട്ടൊന്ന് റീലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ 1 2 3 4 5 6 7 8 9 10 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓരോന്നും എടുത്ത് ലൂപ്പ് ചെയ്ത് കറസ്പോണ്ടിങ് ഡാറ്റ ഇവിടെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ഡാറ്റ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ അറയുടെ ഉള്ള അറ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ 5 ഒക്കെ മാത്രം കൊടുക്കണം വിചാരിക്കാം ഇവിടെ. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നെസ്റ്റഡ് ലൂപ്പ് കോഡ് അടിക്കുമ്പോൾ അത് ബ്രേക്ക് ആവും. ലാസ്റ്റത്തെ ഈ 5 ഒക്കെ വന്നു കഴിയുമ്പോൾ അത് അറിയില്ലല്ലോ, നമ്മൾ അറിയണം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ല, അപ്പോൾ നമ്പർ വന്നു കഴിഞ്ഞാൽ അത് ഐട്രേറ്റബിൾ അല്ല. സോ മിക്സ്ഡ് മൾട്ടി ഡയമെൻഷണൽ അറേസ് യൂസ് ചെയ്യുമ്പോൾ ലൂപ്പൊക്കെ ചെക്ക് ചെയ്യണം. അതൊന്ന് കെയർഫുള്ളാക്കി വെക്കണം നിങ്ങൾ. ഓക്കെ, പിന്നെ ഇൻ ജനറൽ എന്ന് പറഞ്ഞാൽ അറേസ് കുറച്ചുകൂടി സൂപ്പർ ഫ്ലെക്സിബിളാണ്. പിന്നെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വെച്ചാൽ അറേ ഇൻഡെക്സ് ആണ്. അറേസ് ഇൻഡെക്സ് ബേസ്ഡ് ആണ്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറേസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. സോ ഫസ്റ്റ് എലമെൻറ്റ് ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കണമെങ്കിൽ ഈ നമ്പേഴ്സ് എടുക്കുന്ന ഫസ്റ്റ് എലമെൻറ്റ് ഇത് 0, ഇതും 0 ആണ് ഇൻഡെക്സിൽ. ഓക്കെ, പിന്നെ 1 പിന്നെ 2 അങ്ങനെയാണ് ആക്ച്വലി പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. സോ എനിക്കിവിടെ നെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഡാറ്റ ഓഫ് 1 കൊടുത്താൽ മതി. കാരണം ഇത് 0 ഇത് 1 ആണ്. അപ്പോൾ 1 കിട്ടാനായിട്ട് ഇതാണ്. ഓക്കെ, സോ ലെങ്ത്ത് ബേസിക്കലി 1 2 3 ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരിക. പക്ഷേ ഇതിൻ്റെ ഇൻഡെക്സ് ലാസ്റ്റത്തെ ഇൻഡെക്സ് വരുമ്പോൾ 2 ആണ്. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 1 2 ആണ് അങ്ങനെ. ബട്ട് ലെങ്ത്ത് അറിയാൻ വരുമ്പോൾ അതിന് മൊത്തം ലെങ്ത്ത് 1 2 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും മാക്സ് ഇൻഡെക്സ് +1 ആണ് വരുന്നത്. മാക്സ് ഇൻഡെക്സ് 2 ആണ്. സോ +1 ഇൻഡെക്സിൻ്റെ ലാസ്റ്റത്തെ ഏറ്റവും വലിയ ഇൻഡെക്സിൻ്റെ +1 ആണ് ലെങ്ത്ത് വരിക. ഇവിടെ 2 + 1 3 അങ്ങനെ 3ൽ വരും ലെങ്ത്ത്. ഓക്കെ, സോ ഇത് മെസ്സപ്പ് ചെയ്യാൻ ഈസി ആയതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സോ അറേ ക്യാൻ സ്റ്റോർ നമ്പേഴ്സ്, സ്ട്രിങ്സ്, ഒബ്ജക്ട്സ്, നെസ്റ്റഡ് അറേസ്, മിക്സ്ഡ് എനിത്തിങ് ആക്ച്വലി അത് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഇൻഡെക്സ് എല്ലാം 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ലെങ്ത്ത് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻഡെക്സ് +1 ആയിരിക്കും ഈ അറേയുടെ ലെങ്ത്ത് ഒക്കെ വരുന്നത്. സോ ഇത് മനസ്സിലായിരിക്കുന്ന കൺസെപ്റ്റ്. മനസ്സിലായെങ്കിൽ പുറത്ത് റിസോഴ്സസ് ഉണ്ട്, ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.